ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മഴതോരും മുമ്പ് പരമ്പരയുടെ നാളത്തെ വിശേഷത്തിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ അലീനയുടെ പുതിയ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒക്കെ നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടില്, അതായത് സ്വന്തം പപ്പയുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് നമ്മുടെ അലീന ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിലേ ഒന്ന് കേട്ട് കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ മഴതോരും മുമ്പ് പരമ്പരയുടെ നാളത്തെ വിശേഷം നോക്കാട്ടോ നമുക്ക്. അങ്ങനെ നമ്മുടെ പൗലോസ് അടുക്കളയിൽ ഭയങ്കര ഭരണരീതികളാണ് കേട്ടോ. ഒരുപാട് വേസ്റ്റ് ആയിട്ട് സാധനങ്ങൾ, പച്ചക്കറി ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇറച്ചിയോ മീനോ എന്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൗലോസ് സാധനങ്ങൾ വേസ്റ്റ് ചെയ്ത് കളയാണ്. അപ്പൊ ഇത് കുറച്ചായി അലീന വന്നത് മുതൽ കാണുന്ന ഒരു സംഭവമാണ്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. അപ്പൊ അലീന ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇതിന് മുന്നേ ഒരിക്കൽ പൗലോസിനോട് പറഞ്ഞു, പൗലോസ് ആഹാര സാധനങ്ങൾ ഇങ്ങനെ വേസ്റ്റ് ചെയ്യരുതെന്ന്. പൗലോസിന് ഒട്ടും ഇഷ്ടമല്ല. പൗലോസിന്റെ ഭരണ ഇതില് മറ്റൊരാളും ആരും കൈയടത്തുന്നത് പൗലോസിന് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പൊ അലീന നോക്കുമ്പോഴത്തേക്ക് പച്ചക്കറിയിലൊക്കെ ചെറിയൊരു പുഴു എന്തെങ്കിലും കടിച്ചൊരുതാണെങ്കിൽ അത് മൊത്തത്തിൽ അങ്ങ് കളയാണ്. ഇത്രയും സാധനങ്ങളാണെങ്കിൽ അത് മേടിക്കുന്നത് പൈസ കൊടുത്തിട്ടാണ്. ഇത്ര പോലും ഒരു നേരം പോലും ഒരു തരിമണി ആഹാരം കിട്ടാത്ത എത്രയോ മക്കളുള്ള അനാഥാലയത്തിലുണ്ട്. അതൊക്കെ പറയുമ്പോ പൗലോസ് പറയും, ദേ കുഞ്ഞെ, ഞാന് എന്റെ അടുക്കള ഭരണം തുടങ്ങിയിട്ട് കുറെ നാളായി. എന്നെ പഠിപ്പിക്കാനൊന്നും കുഞ്ഞ് വരണ്ട. ഇവിടത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ ഇവിടെ കണ്ടറിഞ്ഞ് തന്നെയാണ് ചെയ്യണത്. പിന്നെ പുതിയ പരിഷ്കരണ രീതിയൊന്നും കുഞ്ഞിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറയണേ. അത് കേട്ടപ്പോ അലീന പറഞ്ഞു, അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ലല്ലോ. ഞാൻ വന്നത് മുതൽ കാണുന്ന ഒരു കാഴ്ചയാണ്. എന്ത് സാധനങ്ങളാ വേസ്റ്റ് ആക്കി കളയണത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ പപ്പയ്ക്ക് പൗലോസ് ഏട്ടൻ തന്നെ പറഞ്ഞു, പൗലോസ് ഏട്ടൻ വർഷങ്ങളായി ഇവിടെ അടുക്കളയിലുണ്ടെന്ന്. അപ്പൊ പൗലോസ് ഏട്ടൻ അറിയാലോ ഒരു ദിവസം പപ്പ എന്താ കഴിക്കുക, എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ. പിന്നെ എന്തിനാണ് ഇത്രയും ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി, കറി തന്നെ ഉണ്ടാക്കി, എന്തെല്ലാം സാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കണം. എന്നിട്ട് അത് കഴിച്ച് ബാക്കി വന്നു കഴിഞ്ഞാൽ അത് അതേപടി വേസ്റ്റ് ബോക്സിലോട്ട് ഇടുക. ഇതൊക്കെ പൈസ കൊടുത്ത് പപ്പ മേടിക്കണില്ലേ, അതിനൊക്കെ ഒരു കണക്കില്ലേ, ഒരു പരിധിയില്ലേ. നമ്മൾ ആഹാര സാധനങ്ങൾ ഇങ്ങനെ വേസ്റ്റ് ആക്കാൻ പാടുണ്ടോ? പൗലോസിന് അങ്ങോട്ട് ദേഷ്യം വരണം. കണ്ടില്ലേ, അതെ കുഞ്ഞിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ സാബിനോട് പോയി ചെന്ന് പറഞ്ഞാൽ മതി, എന്നെ ഭരിക്കാനായിട്ട് നിൽക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് വിട്ടു കഴിഞ്ഞാൽ പറ്റില്ലല്ലോ എന്ന രീതിയിൽ തന്നെ അലീന, കാരണം അലീന ഇത് എന്തായാലും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ പൗലോസിന്റെ ഈ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. അതെ, ഇവിടെ ഇനി ഇതിന്റെ പേരിൽ എന്ത് വന്നിരുന്നാലും ഇങ്ങനെ ആഹാര സാധനങ്ങൾ വേസ്റ്റ് ആക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ അലീനയുടെ നിലപാട്. അപ്പോഴാണ് നമ്മുടെ ഔതക്കുട്ടിച്ചായൻ പറഞ്ഞത്. അപ്പൊ ഔതക്കുട്ടിച്ചായൻ വന്നിട്ട് പറഞ്ഞു, ഇവിടെ എന്താ? അപ്പൊ അലീന പറഞ്ഞു, വല്യപ്പച്ച, എന്തോരം ഫുഡാ വേസ്റ്റ് ആക്കി കളയണത്. പച്ചക്കറികൾക്ക് ഒരു ഇച്ചിരി കേട് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതങ്ങ് കളയുക. പിന്നെ ആഹാരം ഉണ്ടാക്കുന്ന ഒരു ദിവസം ആർക്കൊക്കെ എന്തൊക്കെയാണെന്നുള്ള ഒരു ക്വാണ്ടിറ്റി പൗലോസ് ഏട്ടൻ അറിയില്ലേ. എന്നാൽ അതനുസരിച്ച് ആഹാര സാധനങ്ങൾ ഉണ്ടാക്കിയ പോരെ. എന്തിനാണ് ഇത്രയും കൂടുതലായിട്ട് വേസ്റ്റ് ആക്കി കളയാൻ പാകത്തിന് ഉണ്ടാക്കണേ? അത് ഞാൻ പറഞ്ഞു, അത് തെറ്റാണോ വല്യപ്പച്ച? അപ്പോഴേക്കും നമ്മുടെ അവധക്കുട്ടിച്ചാൻ പറഞ്ഞു, മോളെ, നീ എന്താണ് ഇവിടെ, നീ അടുക്കള കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട. അത് വർഷങ്ങളായിട്ട് അവൻ തന്നെയല്ലേ നോക്കണത്. വല്യപ്പച്ച, നോക്കണേലല്ലോ, എനിക്ക് അതിന് യാതൊരു പരാതിയില്ല. പൗലോസ് ഏട്ടൻ തന്നെ നോക്കിക്കോട്ടെ. പക്ഷെ പപ്പ ഉണ്ടാക്കുന്ന പണമല്ലേ, അത് ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയേണ്ട കാര്യമുണ്ടോ? ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാണ്ട് വേസ്റ്റ് കളയണത് എടുത്ത് റോഡിൽ നിന്ന് കഴിക്കണ മക്കളുണ്ട്. അത് ഓർക്കണം ഒരു നിമിഷം. നമ്മൾ ആഹാരം ആയിക്കോട്ടെ എന്താണെങ്കിലും അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്ത് കളയേണ്ട കാര്യമുണ്ടോ? അത് മാത്രമല്ലേ വല്യപ്പച്ച ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പോഴേക്കും അലീന ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് മീനായിക്കോട്ടെ, അല്ലെങ്കിൽ ഇറച്ചി ആയിക്കോട്ടെ, ഇതൊക്കെ ആവശ്യത്തിൽ കൂടുതൽ, അതായത് മീനൊക്കെ കട്ട് ചെയ്യുമ്പോഴാണെങ്കിലും കുറെ അങ്ങ് വേസ്റ്റ് ആക്കി കളയണ. അത്രയും മീനൊക്കെ മേടിക്കണമെങ്കിൽ തന്നെ എന്തോരാ. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഔതക്കുട്ടിച്ചായനും മനസ്സിലൊരു ഇത്, അലീന പറയണേലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ ഔതക്കുട്ടിച്ചായൻ പറഞ്ഞു, ഇതൊക്കെ നമുക്ക് ശരിയാക്കാം. മോൾ ഇപ്പൊ ഇങ്ങ് പോര്. ഇനിയിപ്പൊ ഈ സമയത്ത് അവന്റെ അടുത്ത് പറയുമ്പോ അവനെ ദേഷ്യമായിരിക്കും. മോൾ ഇങ്ങ് പോരെന്നും പറഞ്ഞ് അലീനയെ കൂട്ടിക്കൊണ്ട് വെളിയിലോട്ട് പോവേണ്. അലീനയ്ക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് പ്രതികരിക്കാതിരിക്കാൻ എന്തായാലും പറ്റില്ല. അപ്പൊ ഔതക്കുട്ടിച്ചായൻ പറഞ്ഞു, മോളെ, അവൻ അടുക്കള കാര്യങ്ങളിലൊന്നും മോൾ ഇടപെടേണ്ട കാര്യമില്ല. കാരണം വേറൊന്നുമല്ല, ഇതൊക്കെ അവൻ വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നീ പറഞ്ഞതൊരു കാര്യം ശരിയാണ്, ആഹാര സാധനങ്ങളൊക്കെ കുറച്ച് വേസ്റ്റ് ആക്കി കളയുന്നുണ്ട്. അത് നമുക്ക് തീരുമാനം ഉണ്ടാക്കാം എന്ന രീതിയിൽ ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്. അപ്പോഴാണ് അലീന നിറകണ്ണുകളോടെ പറയണത്, വല്യപ്പച്ചൻ അറിയാവോ,
വല്യപ്പച്ചന് ഞാന് വർഷങ്ങൾക്ക് മുന്നേ ഒരു തരിമണി ആഹാരത്തിന് വേണ്ടിയിട്ട് ഞാന് കൊതിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും ആഹാരങ്ങളൊക്കെ വേസ്റ്റ് ആക്കി കളയുമ്പോ എന്തോരോ കുഞ്ഞു മക്കള് ഒരു നേരെ ആഹാരം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പല അനാഥാലയങ്ങളിലും ഉണ്ടെന്നറിയാവോ. അത് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൂട്ടിച്ചാൻ പറഞ്ഞു, മോളെ ഇത്രയും നാളായി നീ ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസമായല്ലോ, ഇതുവരെ നിന്റെ ഈ അനാഥാലയം എന്നുള്ള ഒരു വാക്ക് നീ ഇനി പറയണ എന്തിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അനാഥയാണോ? നിനക്കിപ്പൊ എല്ലാരും ഇല്ലേ മോളെ, നീ ഇനി ആ ഒരു വാക്ക് പറയണ്ട. വല്യപ്പച്ചന് വല്ലാത്തൊരു പ്രയാസം തോന്നുന്നുണ്ട് എന്ന് നമ്മുടെ അവതക്കുട്ടിച്ചായൻ പറയണ്ട. അപ്പൊ അലീന പറഞ്ഞു, വല്യപ്പച്ച ഞാനൊരു അനാഥയായിട്ടാണ് 10-22 വർഷത്തോളം ജീവിച്ചത്. എനിക്ക് അങ്ങനെ അങ്ങ് കളയാൻ പറ്റുമോ? അനാഥത്വം അല്ലെങ്കിൽ അനാഥാലയം എന്ന വാക്ക് ഒരിക്കലും പറ്റില്ല. എന്റെ ഉള്ളിന്റെ ഉള്ളില് ആ ഒരു ചോരയാ ഓടുന്നത് എന്നൊക്കെ അലീന പറയണട്ടോ. അത് കേട്ടപ്പോ കുട്ടിച്ചായന് ഒരു നിമിഷം വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. എന്ത് ചെയ്യണോന്നറിയില്ല. അലീനയുടെ വാക്കുകളിൽ അത്രത്തോളം തീജ്വാല ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ മനസ്സ് തട്ടി, ഉള്ളു തട്ടിയാണ് അവൾ ആ കാര്യങ്ങളൊക്കെ പറയണത്. കാരണം ആ ജീവിതം അത്രയും ജീവിച്ചു വന്ന ഒരു പെൺകുട്ടിയാണ്. അവൾക്കറിയാം അതിന്റെ വിലയും. ഒരു ആഹാരത്തിനായിക്കോട്ടെ, വസ്ത്രത്തിനായിക്കോട്ടെ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ളത് അലീനയ്ക്ക് അറിയാം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവൾ ഇങ്ങനെ പറയണതെന്ന് കുട്ടിച്ചായന് മനസ്സിലായി. അപ്പൊ ഇതേ സമയം നമ്മുടെ പൗലോസിന് ഇതൊന്നും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ കുട്ടിച്ചായനും പൗലോസിന് എല്ലാം നോക്കിയും കണ്ടും ചെയ്തേരെ എന്നൊക്കെ പറഞ്ഞല്ലോ പൗലോസിന്റെ അടുത്ത്. അതിന്റെ ഒരു ദേഷ്യം കുട്ടിച്ചായന്റെ അടുത്തും പൗലോസിനുണ്ട്. പൗലോസിന്റെ ഭരണത്തില് മറ്റാരും ഇടപെടുന്നത് പൗലോസിന് ഇഷ്ടമല്ല. വർഷങ്ങളായിട്ട് അത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ബൈജു ആന്റപ്പന് വന്നപ്പോഴത്തേക്ക് പൗലോസ് കിടന്ന് പിറുപിറുക്കണ. അപ്പം ആന്റപ്പൻ ചോദിച്ചു, എന്നാടാവേ നീ ഈ പിറുപിറുക്കണ? അതെ, വന്നിട്ട് 2-3 ദിവസമായില്ല, അപ്പോഴേക്കും കൊച്ചമ്മ എന്നെ ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് അടുക്കളയിൽ ആഹാരം വേസ്റ്റാക്കി കളയണു, അതാണ് ഇതാണെന്നും പറഞ്ഞ് എന്റെ ഭരണത്തിൽ ആരും ഇടപെടാൻ വരണ്ട. അപ്പോഴേക്കും ബൈജു പറഞ്ഞു, ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്റെ പച്ചേട്ടാ, എന്തെങ്കിലും ഒരു കളി കളിച്ചില്ലെങ്കിലേ നമ്മുടെയൊക്കെ പണി അവതാളത്തിലാവും. അപ്പം പൗലോസ് പറഞ്ഞു, അതെ എനിക്കറിയാം ഇത് എന്ത് ചെയ്യണമെന്ന്. സാബിനെ ഞാൻ ഇപ്പൊ തന്നെ ഞാൻ പോയി കാര്യങ്ങൾ പറയാനുണ്ട് എന്നിങ്ങനെ പറയണ്. അപ്പൊ ആന്റപ്പൻ പറഞ്ഞു, നീ ഇപ്പൊ തന്നെ പോയി പറയും, ഇത് അങ്ങനെ വിട്ടുകൊടുത്താലും പറ്റില്ലല്ലോ. അങ്ങനെ നമ്മുടെ പൗലോസ് നേരെ സ്റ്റാൻലിയുടെ അടുത്ത് ചെന്നിട്ട് പറയണ്ട്, സാബ് ഞാൻ ഇത്രയും വർഷമായി ഈ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കണത്. സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അസൗകര്യം ഉണ്ടെങ്കിൽ എന്നോട് പറയണം. എന്താ പൗലോസ് നിനക്ക് ഇപ്പൊ പ്രശ്നം? അതെ, സാബിന്റെ മോള് വന്നിട്ട് ഞാൻ ആഹാരങ്ങളൊക്കെ വേസ്റ്റ് ആക്കി കളയണു, എന്റെ അടുക്കളയിലെ കാര്യങ്ങളൊന്നും ശരിയായ രീതിയിലല്ല നടക്കണത്, ഫുഡ് വേസ്റ്റ് ചെയ്യണോ, എന്തിനാ ബാക്കി സാധനങ്ങൾ കളയണേ, അങ്ങനെയൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് എന്നെ ഒരുപാട് എന്റെ അവഹേളിക്കും പോലെയുള്ള ഒരു സംസാരം എന്നിങ്ങനെ പറയണ കേട്ടോ. ഇത് കേട്ടപ്പോ സ്റ്റാൻലി, ഇത് ആരെ കാര്യം? അപ്പൊ അലീനയാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ആണോ, അതൊരു കാര്യം ചെയ്ത് നീ പോക്കോ, ഇനി ഞാൻ അടുക്കള കാര്യങ്ങളിലൊന്നും അവൾ ഇടപെടണ്ട എന്നുള്ളത് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി അലീനയെ റൂമിലോട്ട് വിളിപ്പിക്കുകയാണ്. അങ്ങനെ അലീനയെ വിളിപ്പിച്ചു. അപ്പൊ അലീന, എന്താ പപ്പേ എന്നെ വിളിച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ സ്റ്റാൻലി പറഞ്ഞു, അതെ, നീ എന്തിനാണ് അടുക്കള കാര്യങ്ങളിലൊക്കെ ഒരുപാട് തലയിടാനായിട്ട് പോണത്? നീ എന്തിനാ അടുക്കളയിൽ പോയത്? അതെന്താ പപ്പേ, എനിക്ക് അടുക്കളയിലോട്ട് പൊക്കൂടെ? പോകണ്ട എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. അവിടത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പൗലോസ് അല്ലേ ചെയ്യണത്, അയാളുടെ രീതിക്ക് ചെയ്തോട്ടെ. അപ്പൊ അലീന പറഞ്ഞു, പപ്പ എന്തോരം ഫുഡാ വേസ്റ്റ് ചെയ്ത് കളയണേ, എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല. ഇങ്ങനെ ആഹാര സാധനങ്ങൾ ഇത്രയും വേസ്റ്റ് ആക്കി കളയണത്, ഇതൊക്കെ പപ്പയുടെ തന്നെ കാശല്ലേ, എന്തിനാ ഇങ്ങനെ കളയണേ? ഞാൻ വന്നത് മുതൽ കാണുന്ന ഒരു കാര്യമാണ്, എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല. അപ്പോഴേക്കും സ്റ്റാൻലി പറഞ്ഞു, അലീന നീ ആരാണെന്ന് ആദ്യം മനസ്സിലാക്കണം. നീ ഈ കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മകളാണ്. നീ ഇങ്ങനെ കണ്ട അടുക്കളക്കാരെ കൂടെ ഇടപഴകിയും അതൊന്നും ആക്കണത് നിന്റെ സ്റ്റാറ്റസിന് ചേരുന്ന ഒരു കാര്യമല്ല. ഞാൻ നിന്നോട് ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, അടുക്കള കാര്യങ്ങളിലോ മറ്റൊന്നിലും നീ ഇടപെടണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും അലീന ഒന്നും മിണ്ടിയില്ല കേട്ടോ. കാരണം സ്റ്റാൻലിക്ക് അടുക്കളയിൽ അലീനെ പോണതോ അല്ലെങ്കിൽ അലീന അവരെ പഠിക്കണതോ അതൊന്നും ഇഷ്ടമല്ല. അലീനയുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കോ. അതെ, നിനക്ക് എന്തെങ്കിലും വാങ്ങാൻ പുറത്തു പോണോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും വേണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പപ്പയോട് പറയാം, പപ്പ അതൊക്കെ സഹായിച്ചു തരാം. അല്ലാണ്ട് ചുമ്മാ അടുക്കള കാര്യങ്ങള് തോട്ടക്കാരുടെ ഇടയിൽ അതൊന്നും നീ പോയി തിരക്കേണ്ട കാര്യങ്ങളില്ല എന്നൊക്കെ പറയണം.
അലീന ഒന്നും മിണ്ടില്ല കേട്ടോ, നിശബ്ദയായിട്ട് അലീന അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോഴാണ് നമ്മുടെ അവധക്കുട്ടി സ്റ്റാൻലിയുടെ അടുത്ത് വന്നത്. എന്നിട്ട് പറഞ്ഞു, എടാ അവള് പറഞ്ഞത് നീ മുഴുവനായിട്ട് തള്ളിക്കളയണ്ട, ഞാനും പോയി കണ്ട കാര്യങ്ങളാ. ആ പൗലോസ് അവൻ ആളത്ര ശരിയായിട്ടെന്ന് എനിക്ക് തോന്നല്ല. കാരണം എന്തോരം ആഹാര സാധനങ്ങളാ വേസ്റ്റ് ആക്കി കളയണത്. ഓ, പപ്പ അവളെ ന്യായം പിടിക്കാൻ വന്നതാണോ? ഞാൻ ആരുടെ ന്യായം പിടിക്കാനൊന്നും വന്നതല്ല, കണ്ണി കണ്ട കാര്യം. നീ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ലല്ലോ. അവൾ ഇതൊക്കെ കണ്ടു അറിഞ്ഞും വളർന്ന ഒരു പെൺകുട്ടിയാ, 10-22 വർഷത്തോളം. അതുകൊണ്ട് ഓരോ അരിയുടെയും വില, അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ വില, വസ്ത്രത്തിന്റെ വിലയൊക്കെ ആ കൊച്ചിനെ അറിയാടാവേ. അതുകൊണ്ടായിരിക്കും അത് പ്രതികരിച്ചു പോണത്. അതുകൊണ്ട് അതിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നിങ്ങനെ പറയണേ. അപ്പൊ സ്റ്റാൻലി പറയണ, പപ്പയ്ക്ക് എന്താ പറ്റിയത്? അവൾ എന്തിനാ അടുക്കളക്കാരൻ? പാഴാക്കി പൊക്കോട്ടെ, അവൾക്ക് അവളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പൊക്കൂടെ? എന്തിനാണ് അടുക്കളക്കാരുമായിട്ടൊക്കെ ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് മുഷിയാൻ പോണത് എന്നൊക്കെ പറയുന്നു സ്റ്റാൻലി. ഞാൻ പറയാനുള്ള പറഞ്ഞു, എന്തായാലും അവള് പറഞ്ഞതിൽ ന്യായമുണ്ട് എന്നിങ്ങനെ പറയണ്. എന്നിട്ട് കുട്ടിച്ചായൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പൊ ഈ സമയത്ത് സ്റ്റാൻലി ചിന്തിക്കുന്നുണ്ട്, അവള് ഓരോ കാര്യങ്ങൾ ചിലപ്പോ വളർന്നു വന്ന രീതി അനുസരിച്ചിട്ടായിരിക്കും അവൾ ഓരോന്നും പ്രതികരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവധക്കുട്ടിച്ചായന്റെ മകൻ വിളിക്കുകയാണ് കേട്ടോ. വിളിച്ചിട്ട്, അല്ല അപ്പച്ചൻ ഇവിടെ നിന്ന് പോയിട്ട് അവളെ പറഞ്ഞു വിട്ടിട്ട് അപ്പൊ തന്നെ വരാന്നും പറഞ്ഞ് പോയ ആളാണല്ലോ. ഇപ്പം പോയിട്ട് 3-4 ദിവസമായി, ആളെ ഒരു അറിവുമില്ല, ഒന്നുമില്ല. അല്ല എന്താ അവിടെ പൊറുതിയായോ? അപ്പൊ പറഞ്ഞു, എടാ ഞാനങ്ങ് വരാം. അതെ, അവളെ പറഞ്ഞു വിട്ടോ എന്ന് നമ്മുടെ അവധക്കുട്ടിച്ചേന്റെ മോൻ ചോദിക്കാൻ കേട്ടോ, ഇളയമോൻ. അപ്പൊ പറഞ്ഞു, ഇല്ല, ജോബിച്ചൻ എന്നാണ് പേര്, ജോബി എന്നാണ് തോന്നുന്നു കേട്ടോ. അപ്പൊ ജോബിച്ചൻ ചോദിക്കുന്നുണ്ട്, അവളെ പറഞ്ഞു വിട്ടോ? എടാ അങ്ങനെയൊന്നും അവളെ പറഞ്ഞു വിടാൻ പറ്റില്ല. അതെ, നമ്മുടെ സ്റ്റാൻലിയുടെ മകള് തന്നെ. ഓ, അവളെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, അതായിരിക്കും അപ്പച്ചൻ ഇത്ര ഉറപ്പിച്ച് പറയണ. എടാ അതല്ല, അതെ, അവളെ നീ വന്ന് കണ്ടു നോക്ക, അപ്പൊ നിനക്കറിയാം. അങ്ങനെ ഇങ്ങനെ ഇറക്കി വിടാനൊന്നും പറ്റില്ല. പിന്നെ സ്റ്റാൻലി അവളുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കാര്യം അങ്ങനെയൊന്നും വിചാരിക്കുന്ന കണക്കുള്ള ഒരു ഇതൊന്നും പറ്റില്ല. പിന്നെ ഒരു പാവം പെൺകുട്ടിയാടാ, 10-21 വർഷത്തോളം എന്തോ അനാഥാലയത്തിൽ കഴിഞ്ഞ് അതിന് ആരും ഇല്ലാത്തതാ എന്നൊക്കെ പറഞ്ഞു. ആഹാ, ഇപ്പൊ അങ്ങനെയായോ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ആ പെണ്ണിനെ വേഗം അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അപ്പച്ചൻ ഇങ്ങോട്ട് വരാൻ നോക്കുമെന്നും പറഞ്ഞിട്ട് ജോബിച്ചൻ ഫോൺ വെക്കുകയാണ് കേട്ടോ. അപ്പൊ അവധക്കുട്ടിച്ചായൻ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഈ സമയത്ത് നമ്മുടെ അവധക്കുട്ടിച്ചായൻ അലീനയുടെ അടുത്ത് ചെല്ലേണ്. അപ്പൊ അലീനയ്ക്ക് കുറച്ച് വിഷമമായി, സ്റ്റാൻലി വിളിച്ച് റൂമിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അലീന ഉറങ്ങി എഴുന്നേറ്റ് നേരെ കിച്ചണിൽ ചെല്ലേണ്. അപ്പൊ അന്നത്തെ ദിവസം നമ്മുടെ പൗലോസ് വലിയൊരു മീനാ മേടിച്ചുകൊണ്ടുവന്ന് കേട്ടോ, അത്യാവശ്യം വിലയുള്ള നല്ല കഷ്ണം മീൻ പോലത്തെ മീനാ. അപ്പൊ അലീന അവിടെ വന്ന് നിൽക്കുന്നത് പൗലോസ് കണ്ടു. അപ്പൊ അലീനെ കാണിക്കാനായിരിക്കും. അപ്പൊ നമ്മുടെ ആൻ്റപ്പൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, അതെ, സാബിന്റെ മോള് വന്ന് നിപ്പുണ്ട് കേട്ടോ, നീ നോക്കിയും കണ്ടൊക്കെ ഓരോന്നും ചെയ്തോ. ഇന്ന് തന്നെ ഞാൻ തീരുമാനം ഉണ്ടാക്കി കൊടുക്കാന്നും പറഞ്ഞു. എന്റെ പൗലോസ് ആ മീൻ കട്ട് ചെയ്യാനായിട്ട് നോക്കിയാണ്. പൗലോസ് അലീനയുടെ കൂടെയുള്ള ദേഷ്യമാണെന്ന് തോന്നുന്നു കേട്ടോ. ആ മീൻ എടുത്തിട്ട് വാലിന്റെ കുറെ വേസ്റ്റ് ആയിട്ടുള്ള ഭാഗവും പോയിട്ട് കുറെ കഷ്ണം മാംസം വരുന്ന ഭാഗത്തോടു കൂടിയൊക്കെ കട്ട് ചെയ്തങ്ങ് കളയണം. എന്നിട്ട് വേസ്റ്റ് ബോക്സിലോട്ട് ഇടണം. അലീനയ്ക്ക് മനസ്സിലായി ഇത് തന്നോടുള്ള പ്രതികാരം കാണിക്കുന്നതിന്. കാരണം അയാളുടെ പണമൊന്നും അല്ലല്ലോ, എന്റെ പപ്പയുടെ പണമാണല്ലോ ഈ വേസ്റ്റ് ആയി പോണത്. ഇതൊന്നും കണ്ടു നിൽക്കാൻ അലീനയ്ക്ക് പറ്റില്ല. അങ്ങനെ ആ നടു കഷ്ണം മാത്രം എടുത്തിട്ട് കുറെ തലഭാഗമൊക്കെ കുറെ നല്ല ഭാഗത്തോടു കൂടി തന്നെ വെട്ടി വേസ്റ്റ് ആക്കി അങ്ങ് കളയണം കേട്ടോ പൗലോസ്. ആഞ്ഞു വെട്ടിയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടു നിന്നിട്ട് അവസാനം അലീന പറഞ്ഞു, പൗലോസ് ഏട്ടാ, അതെ, ആ വേസ്റ്റ് പാത്രത്തിലോട്ട് വെട്ടിയിട്ട് ആ മീനിന്റെ ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാൻ പറയും. അതിന് വേറെ ആള് നോക്കണം മോളെ എന്ന് പറഞ്ഞു. അതെ, പൗലോസേട്ടൻ ആ വേസ്റ്റ് കളഞ്ഞ സാധനങ്ങൾ എടുത്തു വെച്ചതിന് ശേഷം ഇനി ഈ അടുക്കളയിലെ പണി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് ഇച്ചിരി ഒച്ചയെ തന്നെ അലീന അങ്ങ് പറയാൻ കേട്ടോ. അപ്പം പൗലോസ് പറഞ്ഞു, വേറെ ആളെ നോക്കാൻ പറഞ്ഞു. അതെ, അങ്ങനെയാണെങ്കിൽ പൗലോസേട്ടൻ ഈ അടുക്കളയിലെ ഒരു പണി ഇനി ചെയ്യാനും നിൽക്കണ്ടെന്ന് അലീന പറഞ്ഞു. ആയിക്കോട്ടെ, എനിക്കെന്താ കുഴപ്പമെന്ന് പറഞ്ഞു. അതെ, സ്റ്റാൻലി ജോസഫിന്റെ മകള് അലീന പറയണത്, പൗലോസേട്ടൻ വേസ്റ്റ് ആക്കി കളഞ്ഞ ആ മീന് മൊത്തം ഇപ്പൊ ടേബിളിലോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞു. എല്ലാരും പേടിച്ച് നിൽക്കുകയാണ്. കാരണം അലീന ഒരു ശാന്ത സ്വഭാവത്തിലാണ് എല്ലാരും കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത്രയും ഒച്ചയിലും ഇത്രയും ഗാംഭീര്യത്തോടെ പറഞ്ഞപ്പോ പൗലോസ് പോലും ഒന്ന് നടുങ്ങിപ്പോവാണ്. കാരണം സ്റ്റാൻലി ജോസഫിന്റെ മകൾ അലീന പറയണത്, പൗലോസേട്ടൻ ആ വേസ്റ്റ് ആക്കി കളഞ്ഞ ആ മീന് മൊത്തം എടുത്ത് ഇങ്ങോട്ട് വെക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ആകെ എല്ലാരും നെടുവീർപ്പിട്ട് ഇങ്ങനെ അന്തളിച്ച് നിൽക്കുകയാണ്. അലീനയുടെ ആ ദേഷ്യവും മുഖത്തെ ഭാവവും
മുത്താനി ചിന്നമ്മ തന്നെ ആ ഒരു ഫീലിങ്സ്. അങ്ങനെ അതൊക്കെയാണ് നാളത്തെ പ്രൊമോയിൽ വരുന്ന വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ മടതോറും മുമ്പേ പരമ്പരയിൽ ഇനി എന്താണ് വരാനുള്ളത്. ആ വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ സാന്ത്വനം 2 അല്പസമയം മാറി നമ്മളെ ഒരു ഇച്ചിരി മുന്നേ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കേൾക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പോയി കേട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് രേഖപ്പെടുത്തുക, എങ്കിലേ നമുക്ക് അതനുസരിച്ച് ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി, നല്ലൊരു ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.